ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാർ ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ എന്ന് പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഓയിലും വെളിച്ചെണ്ണയും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5-6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ചൂടായതിനു ശേഷം നമുക്ക് അതിൽ സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6-7 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 1 kg കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ മസാല ഭയങ്കര ഇഷ്ടമാണ്. സവാള നല്ലപോലെ വഴറ്റണം കേട്ടോ. മസാല കുറച്ച് മതിയെങ്കിൽ കുറച്ച് സവാള എടുത്താൽ മതി, ഒരു 4 എണ്ണമൊക്കെ. മസാല കൂടുതൽ വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടും കേട്ടോ നമ്മുടെ സവാള. അപ്പം ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല പോലെ വഴറ്റട്ടോ. ഉള്ളി നല്ല പോലെ വഴറ്റി കിട്ടണം, എന്നാലേ നമ്മൾ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഉള്ളി നല്ല പോലെ വഴറ്റണം എന്നുള്ളത്. നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം. മൂടി വെച്ചാൽ പെട്ടെന്ന് വഴറ്റി കിട്ടും കേട്ടോ നമ്മുടെ സവാള. സവാള നല്ല പോലെ വഴറ്റണം. വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 സ്പൂണ്, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാം. അപ്പം അതും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ വഴറ്റണം. അതിങ്ങനെ അടിയിൽ പിടിക്കാതെ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാൽ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നല്ല പോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം, ടൊമാറ്റോ. ഞാനിവിടെ ഒരു 5-6 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ടൊമാറ്റോ സർക്കിൾ ഷേപ്പിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ അരിഞ്ഞെടുത്താൽ ബിരിയാണിക്കൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സർക്കിൾ ഷേപ്പിൽ ചെയ്യുന്നത്. ഞാൻ ബീഫ് വേവിക്കണമെന്നൊന്നും കാണിക്കുന്നില്ല. ബീഫ് അവിടെ ഞാൻ കുക്കറിൽ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാല, ബീഫ് മസാല അതൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത് ആവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്, അത് കാണിക്കാത്തത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. വഴറ്റി കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. അപ്പോൾ തക്കാളി നല്ല പോലെ വഴറ്റണം. നല്ല പോലെ വഴറ്റിക്കഴിഞ്ഞാൽ എത്രത്തോളം വഴറ്റുന്നോ അപ്പോൾ അത്രത്തോളം ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ ഇത് നല്ല മണക്ക് വരുന്നുണ്ട്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. ഈ ബീഫ് ദം ബിരിയാണി അധികം ആൾക്കും, മുതിർന്ന ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിരിയാണിയാണ് ഈ ബീഫ് ദം ബിരിയാണി കേട്ടോ. കാരണം ഇതിൽ വല്ലാതെ ഓയിലൊന്നും യൂസ് ആക്കാത്തതുകൊണ്ട് ചിലവർക്ക് നല്ല പോലെ നെയ്യൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഞാനിവിടെ ഓയിൽ കുറച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ബീഫിലിട്ടിട്ടുണ്ട്, ബീഫ് വേവിച്ചപ്പോൾ. പിന്നെ നിങ്ങൾക്ക് മസാല ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കണം.
ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി പൗഡർ ചേർക്കണം, മുളക് പൊടി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾ എരിവ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുരുമുളക് പൊടി യൂസ് ചെയ്തുകൊണ്ടാണ് എടുക്കാത്തത്. ആ പൊടികളൊക്കെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, ടെർമറിക് പൗഡർ. ഞാനിവിടെ ഒരു സ്പൂണാണ് കേട്ടോ ടെർമറിക് പൗഡർ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ നല്ല കളറുള്ള മഞ്ഞളാണ്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചതൊക്കെ ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ വഴറ്റണം. മസാലയൊക്കെ അതിൽ പിടിക്കുന്ന രൂപത്തിൽ നല്ല പോലെ മിക്സ് ചെയ്യണം. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല പോലെ വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1.5 സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഗരം മസാല നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് തരും. അതോട്ടാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ വഴറ്റണം കേട്ടോ. മിക്സ് ആക്കണം, നല്ല പോലെ മിക്സ് ആക്കണം. നല്ല പോലെ വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് ചേർത്ത് എടുക്കേണ്ടത് പെപ്പർ പൗഡറാണ് കേട്ടോ, കുരുമുളക് പൊടി. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പെപ്പറാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് പെപ്പർ യൂസ് ചെയ്യാം, പക്ഷേ അത് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അത്രയുമായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ജീരകം. ഞാനിവിടെ പെരുംജീരകമാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. വലിയ ജീരകം എന്ന് പറയാം, അതൊരു 1.5 ടേബിൾ സ്പൂണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഇളക്കി കൊടുക്കണം, നല്ല പോലെ മിക്സ് ചെയ്യണം. ജീരകം ചേർത്താൽ അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ജീരകം ചേർത്തിട്ടുള്ളത്. ചിലർ ഉലുവ അങ്ങനത്തെയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് വേണ്ടതാണ് കേർഡ്, തൈര്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പുളിക്കനുസരിച്ചിട്ട് എടുക്കാം, എനിക്ക് നല്ല പുളി വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 5-6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കണം. ഈ തൈര് നല്ല ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ ബിരിയാണിയുടെ, കാരണം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരിന് പകരം വിനേഗർ യൂസ് ചെയ്യാവുന്നതാണ്. സുർക്ക, വിനാഗിരി എന്നൊക്കെ പറയും. നിങ്ങളവിടേക്ക് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുമായി കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ചെയ്യണം. ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് പോയി നോക്കുക എല്ലാവരും. നമുക്കതിലേക്ക് വേണ്ടതാണ് മല്ലിയില, മല്ലിച്ചപ്പ് എന്നാണ് കേട്ടോ ഞങ്ങൾ മലപ്പുറത്ത് അധികം പറയാറ്. അപ്പം ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കുക. നല്ലൊരു ഫ്ലേവറാണ് ഈ മല്ലിച്ചപ്പിൻ്റെ. അപ്പോൾ നല്ല പോലെ മല്ലിച്ചപ്പ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വേവിച്ച് വെച്ച ബീഫ്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ബീഫ് മസാല ഇട്ട് വേവിച്ചതാണ് ഈ ബീഫ്, ഉപ്പും. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലുള്ള ആ വെള്ളമൊന്നും കളയണ്ട കേട്ടോ, കാരണം അതാണ് ഇതിന് ഫ്ലേവർ തരുന്നത് ഈ മസാലക്ക്. നമുക്കത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചില ബീഫ് വേവാൻ നല്ല പ്രയാസമാവും, കുക്കറിലിട്ടാലും 2-3 വിസിൽ വന്നാലും ചിലപ്പോൾ വേവാൻ നല്ല പ്രയാസമാവും. അപ്പോൾ ഇതിലൊന്ന് കുറച്ച് ഹോട്ട് വാട്ടർ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് കൊടുത്താൽ മതി. എൻ്റെത് നല്ല പോലെ വെന്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിൽ വേവിച്ചു കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്, അതൊന്ന് വേവാൻ വേണ്ടിയിട്ട്.
ഗരം മസാല ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കായും ഗ്രാമ്പും പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജീരകശാല റൈസാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെള്ളത്തേക്ക് ഞാൻ കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കുക കേട്ടോ. വേണമെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തത് അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളി പൊരിച്ചെടുക്കണം നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ബീഫ് നോക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ബീഫ് നോക്കണം, അത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി പൊരിച്ചെടുക്കണം. പെട്ടെന്ന് പൊരിച്ചെടുക്കുക കേട്ടോ, കാരണം ഉള്ളിയൊക്കെ പെട്ടെന്ന് പൊരിച്ചെടുക്കാം. ഞാനൊന്ന് ജസ്റ്റ് പെട്ടെന്ന് ഇട്ടപ്പോൾ അതിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് എൻ്റെ കൈ പൊള്ളി, ചെറുതായിട്ട് പൊള്ളി. അപ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറ് പാകമായ വേവിൽ ഊറ്റണം കേട്ടോ, എന്നാലേ നമുക്ക് നല്ല ബിരിയാണി ദമ്മിടാൻ പറ്റുള്ളൂ. കുറച്ച് വേവ് കമ്മിയായിട്ട് ഊറ്റിയാൽ മതി. അപ്പം നമ്മളെ ഉള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉള്ളി ഇങ്ങനെ പൊരിച്ച് തിന്നുന്നത്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് കാഷ്യൂനട്ടും ഡ്രൈ ഗ്രേപ്പും വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ പോട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ നെയ്യ് തന്നെയാണ് ബിരിയാണിയിൽ ദമ്മിടാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഇട്ട് വറുത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി കേട്ടോ, കാരണം ഹൈ ഫ്ലെയിമിലിട്ടാൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് നോക്കാൻ പോയപ്പോൾ കുറച്ച് കരിഞ്ഞു പോയിട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ബീഫ് ഇവിടെ പാകമായിട്ടുണ്ട്. അതിൽ വെള്ളം വറ്റുന്ന വരെ നമ്മൾ മൂടി വെക്കണം കേട്ടോ, ബീഫിൽ വെള്ളം വറ്റുന്ന വരെ. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കോരി എടുക്കുന്നുണ്ട് ദമ്മിടാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ കോരി എടുക്കാതെ ദമ്മിടാം, പക്ഷെ ഞാൻ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് ദമ്മിടുന്നത്. അപ്പോൾ അതോട്ടാണ് ഞാൻ കോരി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ ബീഫ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ റൈസ് ഇടാം. അപ്പോൾ ഓക്കെ, ഞാനിവിടെ കുറച്ചധികം കോരി എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഞാൻ അടിയിൽ വെക്കുന്നുള്ളൂ, കാരണം അടിയിൽ പെട്ടെന്ന് ദമ്മിടുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ഞാൻ അടിയിൽ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കോരി എടുത്ത ബീഫ്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് അധികം വേവാൻ പാടില്ല കേട്ടോ, കാരണം ദമ്മിടുമ്പോൾ ഉടഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ പരത്തി കൊടുക്കുക റൈസ്. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് നെയ്യ് ഒഴിക്കണം. അങ്ങനെ ലെയറായതിനു ശേഷം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ബീഫ് ഇടാം. ബീഫ് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പിന്നെയും റൈസ് ഇടണം. ബീഫ് ഇട്ടിട്ട് നല്ല പോലെ പരത്തി കൊടുക്കണം കേട്ടോ, എങ്കിലേ മസാല എല്ലായിടത്തും പിടിക്കുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിവിടെ 2 ലെയറും ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി ചെയ്ത് വെച്ച ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുക്കാം, ഉള്ളി ഫ്രൈ ചെയ്തത്. ഇനി അതിൻ്റെ മേളിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉള്ളിയൊക്കെ ഈ ബിരിയാണിയിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത്
നല്ല ദം ബിരിയാണി ആയി കിട്ടും. ഇത് തുറക്കുമ്പോൾ നല്ല മണം വരും കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതാണ് മലബാർ ബീഫ് ദം ബിരിയാണി. എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു. പാകത്ത് ദമ്മൊക്കെ ആയോട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.